ഹലോ ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ അതാ ഷേസു ബേബി രാവിലെ തന്നെ ഇമ്മാൻ്റെ അടുത്ത് നിന്ന് അപ്പൊക്കെ വാങ്ങിയിട്ട് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എണീറ്റ് വന്നപ്പോൾ അതാ ഓന് ഇന്നേക്കായി മുന്നേ എണീറ്റ് പോയിക്കൊള്ളു കേട്ടോ ഷേസു ബേബി. അപ്പോൾ ഞാൻ നീച്ചാൽ ചിലപ്പോൾ ഞാൻ ഉറങ്ങാക്കാരം നിസ്കാരം കഴിഞ്ഞ് ചിലപ്പോൾ ഞാൻ കുറച്ച് നേരം കിടക്കും. അപ്പോൾ ഷേസു ബേബി എണീറ്റിക്കണമെങ്കിൽ ഞാൻ പറയും ഇമ്മമ്മ അപ്പം ചുട്ടിട്ടുണ്ടാവും പോയിട്ട് തരാൻ പറയുമെന്ന് പറയട്ടോ. അങ്ങനെ ആൾ പോയിട്ട് അതൊക്കെ വാങ്ങി കഴിക്കൂട്ടോ. പിന്നെ അതാ റയു ബേബി കുറച്ച് നേരം ഫോൺ കാണാൻ കേട്ടോ. ഞാൻ നിർബന്ധം പിടിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ. എൻ്റെ കൈക്ക് തരണമൊന്നുമില്ല, എന്നാലും ഞാൻ വാങ്ങിട്ടോ. രാവിലെയും കുറച്ച് നേരം ഫോൺ കാണും, പിന്നെ അതുപോലെ സ്കൂൾ വിട്ട് വന്നാലും കുറച്ച് നേരം കാണും കേട്ടോ. സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ ഞാൻ കുറച്ച് നേരം അവിടെ കിടക്കുന്ന ടൈമാണ്. അപ്പോൾ പിന്നെ ഞാൻ എവിടെ എടുത്ത് വെച്ചാലും ചിലപ്പോൾ അത് കണ്ടുപിടിക്കും കേട്ടോ. എന്നാലും എനിക്ക് ഫോൺ കൊടുക്കണ ഇഷ്ടമല്ല. അപ്പോൾ ഈ ഒരു രണ്ട് ടൈമിലുള്ള കുറച്ച് നേരം കേട്ടോ കാണുക. അങ്ങനെ ഷേസു ബേബി ഇതാ രാവിലെ വിശപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നീച്ച് വന്നാൽ തന്നെ ഉമ്മാനോട് അപ്പം ചോദിക്കൂട്ടോ. അപ്പോൾ ഉമ്മ അപ്പം കൊടുത്തിട്ട് ഓൻ്റെ വയറങ്ങനെ ഫില്ലാവും കേട്ടോ. പിന്നെ റയു ബേബിക്ക് ഞാൻ സ്നാക്സ് ആയിട്ട് കേക്ക് ഉണ്ടായിരുന്നു, കുറച്ച് കേക്കല്ല ബിസ്ക്കറ്റ് ടൈപ്പ് കേക്ക് ഉണ്ടാവും കേട്ടോ. അത് കുറച്ചാക്കി, പിന്നെ കുറച്ച് ചിപ്സ് കിട്ടും. ഇപ്പോൾ കുറേ ദിവസമായിട്ട് വെറൈറ്റി ബേക്കറി ഐറ്റംസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. സ്നാക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും വാങ്ങി വെച്ചാലും ചിലപ്പോൾ ഞാനെന്നെ എടുത്ത് കഴിക്കൂട്ടോ. ഞാനും അങ്ങനെ റയ്യാനെന്നെ ഓന് ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് ഓനെന്നെ എടുത്ത് കഴിക്കും. അപ്പോൾ എന്തൊരു സാധനം കൊടുന്ന് വെച്ചാലും എന്താ പറയുക, അത് ഉണ്ടാവില്ല കേട്ടോ. കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചാൽ പിന്നെ അത് ഉണ്ടാവില്ല. ഞാനായിട്ടും കഴിക്കും, റയു ബേബിയൊക്കെ ആയിട്ട് കഴിക്കും. പിന്നെ ഷേസു ബേബിക്കും അനങ്ങി എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ കഴിക്കാൻ. ഈ ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ ചോദിക്കും, ചിലപ്പോൾ അപ്പം ചോദിക്കും, ചിലപ്പോൾ മിഠായി ചോദിക്കും, ചിലപ്പോൾ ബിസ്ക്കറ്റ് ചോദിക്കും. അങ്ങനെയാണ് കേട്ടോ. അത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് പത്തിരി ആയിരുന്നു കേട്ടോ. അപ്പോൾ പത്തിരിയും ചുട്ടു, പിന്നെ കിഴങ്ങ് കറി ഉണ്ടായിരുന്നു. കിഴങ്ങ് കറിയും പത്തിരിയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ മോറാണ്ടായിരുന്നു കേട്ടോ. അടുക്കളയിലത്തെ ഡ്യൂട്ടി ഒന്നും ഞാൻ അറിയില്ല, അതൊക്കെ ഉമ്മ ചെയ്യും. ചോറ് വെക്കുക, കറി, മീൻ കൂട്ടാനൊക്കെ അടുക്കള വെക്കുമ്പോൾ ക്ലീൻ ആക്കും കേട്ടോ. പിന്നെ ഇടയ്ക്ക് വന്നിട്ട് ഉമ്മ സിറ്റോടും കാര്യങ്ങളൊക്കെ തുടക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അത് ഞാൻ എങ്ങനെ ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് ഉമ്മ ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യാത്ത ടൈമിൽ ഉമ്മ പെട്ടെന്ന് വന്നിട്ട് അതൊക്കെ ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുള്ളത് അതൊക്കെ മോറി വെച്ചു കേട്ടോ. ഇത് നമ്മൾ എന്നത്തെ പോലെ ഫുള്ള് ക്ലീനിങ് ഡ്യൂട്ടിക്ക് നമ്മൾ ഇറങ്ങിക്കാണ് കേട്ടോ. ആദ്യം ബെഡ്ഷീറ്റൊക്കെ നീറ്റാക്കി വെച്ചു. പിന്നെ ഇതാ ഇന്നലെ റയു ബേബി ഒപ്പിച്ചൊരു പണിയാണ് കേട്ടോ. കളർ ഉണ്ടാവില്ല, കളർ എടുത്തിട്ട് അത് ഫുള്ള് കൂർപ്പിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഒരു മുകളിലാണ് ഒരു ബാഗും കാര്യങ്ങളും പുസ്തകമൊക്കെ വെക്കൽ. അപ്പം എല്ലാം ഞാൻ നിസ്കരിക്കുന്ന ടൈമിൽ ഈ കളർ കൂർപ്പിച്ചിട്ട് ആകെ കൂടി അവിടെ മൊത്തം കളഞ്ഞു വെച്ചിക്കാട്ടോ. അപ്പം ഞാൻ നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോൾ നോക്കുമ്പോൾ അപ്പോഴാണ് ഞാൻ കാണുന്നത് ഇട്ടത്. കുറേ ചീത്ത പറയൊക്കെ ചെയ്തു. കളറ് ഇങ്ങനെ കൂർപ്പിച്ചിട്ട് ആകെ കൂടി അവിടെ കളഞ്ഞു വെച്ചുകൊള്ളു. ഡ്രസ്സുമ്മേയും അവിടെ ആകെ സീനായിക്കോളൂ. പിന്നെ അത് ഫുള്ളായിട്ട് അവിടെ ഒന്നും അതിൻ്റെ ഇടയിൽ കൂടെ ഒന്നും തട്ടിക്കൊട്ടലില്ല കേട്ടോ. നമ്മളിങ്ങനെ എന്ത് സാധനങ്ങളും ഇങ്ങനെ നിരത്തി വെച്ചാലും അത് കുറേ നമ്മൾ അവിടെ അതിൻ്റെ ഇടയിലൊന്നും ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ മാറാല പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഡെയിലി ഒന്നും ഇപ്പോൾ ഡെയിലി അല്ല, ഒരു മാസത്തിൽ കൂടി നമ്മൾ ചിലപ്പോൾ അതിൻ്റെ ഇടയിലേക്കൊന്നും പോകില്ല. അപ്പോൾ ടി വി ഒക്കെ വെച്ച സ്ഥലമുണ്ടല്ലോ, അതിൻ്റെ മുക്കിലൊക്കെ നല്ല മാറാലുണ്ടാവും. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അടിച്ചോടി പോവുക, ഒക്കെ ഒന്ന് മടക്കി സെറ്റാക്കി വെക്കലേ ചെയ്യലുള്ളൂ. അപ്പം ഞാനിന്ന് അതൊക്കെ എടുത്ത് വെച്ചിട്ട് ആ കളറും കളഞ്ഞു, അതുപോലെ ഫുള്ള് മാറാനും കാര്യങ്ങളൊക്കെ മാറ്റി സെറ്റാക്കിട്ടോ. കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിന് തീറ്റ കൊടുക്കാനാ, കുഞ്ഞു വിഷണ്ണു കഴിഞ്ഞു. ഷേസുവിൻ്റെ പാട്ട് കേട്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് പാടും കേട്ടോ. നുണപ്പാട്ട് ഉണ്ടാക്കിയിട്ടും പാടും, പിന്നെ ഓൻ്റെ ആപ്പപ്പാടെ പാട്ട് പാടും. ഇതുപോലെ കാക്കി കാക്കി കൂടെ. ഇവിടെയൊക്കെ നമ്മൾ റയു ബേബി സ്കൂൾ പഠിക്കുമ്പോൾ റയു ബേബി എപ്പോൾ പഠിക്കാൻ വന്നിരുന്നാലും ഷേസു ബേബി അതിൻ്റെ മുന്നിൽ വന്ന് കയറിയിരിക്കും കേട്ടോ. എന്നിട്ട് ഞാൻ റയ്യാൻ എന്താ പഠിപ്പിച്ചു കൊടുക്കണം അത് ഫുള്ള് ഷേസു ബേബിയും കാണാതെ പഠിക്കൂട്ടോ. അങ്ങനെയാണ് കാക്കി കാക്കി പാട്ടൊക്കെ എനിക്ക് ഫുള്ള് നേരെ പാടാൻ അറിയിട്ടോ. പിന്നെ നമ്മൾ ആ മറ്റേ ചൂലോട്ട് അടിക്കണതിൻ്റെ മുന്നേ ഇതുപോലത്തെ ചെറിയൊരു ചൂലോട്ട് ഞാൻ സോഫയുടെ അടിയൊന്നും ആ ചൂലോട്ട് നേരെ പോരൂല. അപ്പം ഞാൻ ഈ ചെറിയ ചൂലുകൊണ്ട് കട്ടിൻ്റെ അടിയും സോഫൻ്റെ അടിയൊക്കെ ഫുള്ളായിട്ട് ക്ലീൻ ആക്കിയിട്ട് അടിച്ച് വാരിയിട്ട് പിന്നെ ഇങ്ങോട്ട് മറ്റേ ചൂലോട്ട് നേരെ അടിച്ചോരിയാൽ എല്ലാ സാധനങ്ങളോട് പോരും. നമ്മളെ കച്ചറിയും പൊടികളൊക്കെ പോരും.
അങ്ങനെ അടിക്കലും കാര്യങ്ങളൊക്കെ സെറ്റായതിന് ശേഷം നമ്മൾ വാഷ് ബേസിൻ്റെ അവിടെ എപ്പോഴും നമ്മൾ ഈ അടിച്ച് തുടക്കുന്ന ടൈമിൽ ക്ലീനാക്കി നീറ്റാക്കി വെക്കും കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അവിടെ ഇതൊക്കെ അലമ്പായി കിടക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ. സംഭവം എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഞാൻ അവിടെ മേലൊരു അറണ്ട് ഈ വാഷ് ബേസ് കഴുകണപ്പോൾ ഇതാ മുകളിൽ കേട്ടോ. അപ്പോൾ അവിടെ തന്നെയാണ് എനിക്ക് മേക്കപ്പ് പ്രോഡക്റ്റുകളൊക്കെ ഞാൻ വെക്കൽ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എടുക്കുകയും ചെയ്യാം, കണ്ണാടി നോക്കിയിട്ട് നേരെ മാറ്റി സെറ്റാക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു വട്ടം ഞാനത് ഇതുപോലെ ഇപ്പോൾ റെഡിയാക്കി വെക്കും. ഇനി 2 ദിവസം കഴിഞ്ഞാൽ നമ്മൾ എവിടേക്കെങ്കിലും പോവാണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് അവിടെ അലമ്പായി കിടക്കും കേട്ടോ. പിന്നെ അതുപോലെ കുറച്ച് പൗഡറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഡെയിലി എടുക്കും. പിന്നെ നമ്മൾ തുടക്കണ സമയത്ത് ഇത് ഫുള്ള് നീറ്റാക്കി വെക്കും കേട്ടോ. പിന്നെ പിറ്റേ ദിവസം ഇത് എങ്ങനെ പരക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഒന്നാമത് ഞാൻ എവിടേക്കെങ്കിലും പോകുമ്പോൾ പിന്നെ ആകെ അലമ്പാക്കിയിട്ട് ഇടും. പിന്നെ അത് നേരെ വെക്കണ പരിപാടി ഇല്ല കേട്ടോ. പിന്നെ ഇതുപോലെ ഉമ്മയുടെ ഭാഗത്ത് ചീത്ത കേൾക്കുമ്പോൾ പിന്നെ ഒക്കെ നേരെ നീറ്റാക്കിയിട്ട് വെക്കും കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ ഉമ്മ നല്ല കേബേജ് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നല്ല കുമ്പളങ്ങ കറിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആക്കാൻ കേട്ടോ ഉമ്മയുടെ കുമ്പളങ്ങ കറി. ചിലപ്പോൾ ഒരു കൂട്ടാനും ഇല്ലെങ്കിലും ഉമ്മയുടെ കുമ്പളങ്ങ കറി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇടയ്ക്കുമ്പോൾ നല്ല തേങ്ങാ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ വേറെ ലെവലാക്കാറ് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ തുടക്കണതിനിടയിൽ ഷേജു ബേബി കുറച്ച് വെള്ളം ആകെ അവിടെ അലമ്പാക്കി കളഞ്ഞേക്കുന്നു കേട്ടോ. പകുതി മുക്കാൽ വെള്ളം നമ്മളെ ഹാളിൽ കളഞ്ഞു. അപ്പം ഞാൻ ചീത്ത പറഞ്ഞിട്ടൊരു പാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ തുടച്ചിട്ട് നമ്മൾ ആ വെള്ളം ഫുള്ള് അവിടുന്ന് നല്ലോണം അത് തുടപ്പോട്ട് എടുത്തിട്ട് നല്ല 2-3-4 വട്ടം തുടച്ചിട്ടാട്ടോ പോയത്. വേണോ വാ നടക്ക് നടക്ക്. പിന്നെ ഞാൻ പണിയെടുക്കണ ഇടയിൽ കുടിക്കണത് ഹോർലിക്സ് ഒന്നല്ല കേട്ടോ, നല്ല കഞ്ഞിവെള്ളം ഉപ്പിട്ടിട്ടാണ് കുടിക്കണത്. എനിക്ക് എന്ത് പണിയെടുക്കുമ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കും കേട്ടോ. അപ്പോൾ കഞ്ഞിവെള്ളം കുടിക്കും. കഞ്ഞിവെള്ളം കുടിച്ചാൽ നമ്മൾ ക്ഷീണത്തിനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഫുഡും നമ്മൾ തുടക്കലും അടിക്കലും എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഈവനിങ് ആണ് കേട്ടോ. ഈവനിങ് ഇതാ കുറച്ച് പാലുണ്ടായിരുന്നു. അപ്പോൾ ആ പാല് നമ്മൾ ചായക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഷേജു ബേബിയുടെ അമൃതം കുറുക്കൊക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അമൃതം പൊടി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഷേജു ബേബിക്കാണെങ്കിലോ എന്തൊക്കെ കാര്യങ്ങൾ നേരാക്കാൻ കേട്ടോ. അത് കാരണം ഇപ്പോൾ പൊടിയൊന്നും അംഗനവാടിയിൽ നിന്ന് കിട്ടലില്ല. നമ്മളെ ചേതാണേ അവിടുന്ന് ഇറങ്ങിയാണ്ടിരുന്ന് അടിയിട്ടു. ഉമ്മ ഈവനിങ് റേഷൻ പീടികയ്ക്ക് പോയിക്കാണ് കേട്ടോ. അപ്പോൾ ഷേജു ബേബീനെ അവിടെ തിണ്ടത്ത് റെയ്യു ബേബിയും കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഷേജു ബേബീനെ അവിടെ തിണ്ടത്ത് ഇരുത്തിയിട്ടാണ് ഞാൻ കോറക്കുറുക്കും ചായയൊക്കെ വെക്കണത്. കുറച്ച് നേരമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ അടച്ചിട്ടു കേട്ടോ. പിന്നെ പുറത്തേക്ക് പോകണം കളിച്ചണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങനെ സിറ്റൗട്ടിൽ ഇരുത്തി കൊടുത്തിട്ടോ. സിറ്റൗട്ടിലൊന്നും ഇരുത്തിയിട്ട് യാതൊരു കാര്യമില്ല. റയ്യാനെ എവിടേക്കാ പായണ്, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടികൾ എന്താ കളിക്കണ ചോല പിന്നാലെ മുന്നിലൊക്കെ ഷേജു ബേബി ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ നല്ല കുട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊന്ന് വരട്ടിയിട്ട് അവിടെ ഇരുത്തി പോകുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടുന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ഷേജു ബേബി അവിടെ ഇരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് മെല്ലെ പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്ത് പേടിപ്പിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല കേട്ടോ. ഓന് എന്താ പറയുക, കണ്ണ് തെറ്റിയാൽ അപ്പുറത്തെ വീട്ടിലേക്ക് പോകും, അവിടെ കുട്ടികളൊപ്പം കളിക്കും, സൈക്കിളിൻ്റെ പിന്നാലെ ഓടും, അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷെ ഉമ്മ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഉമ്മ ഉണ്ടെങ്കിൽ ഉമ്മ നോക്കി കുത്തിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. ഞാനിവിടെ ആകുമ്പോൾ ഓൻ എവിടേക്കെങ്കിലും പോയാൽ കാണില്ല വെച്ചിട്ട് എനിക്കാകെ പേടിയാണ് കേട്ടോ. അങ്ങനെ കോറക്കുറുക്ക് റെഡിയായി, ചായയൊക്കെ റെഡിയായി കേട്ടോ. ഇനിയിപ്പോൾ പാലിന് പോകണം. പാലിന് ഞാൻ ഷേജു ബേബീനെ കൊണ്ടുപോവാതെ തന്നെ കേട്ടോ പോവൽ. കാരണം അതിൽക്കൂടെ അങ്ങോട്ട് പോവാൻ കുറച്ചുണ്ട്. അപ്പോൾ ഓന്
കുറച്ച് കഴിഞ്ഞ് ഓൻ എടുക്കേണ്ടി വരും. അപ്പോൾ എടുത്തിട്ട് പാലും പാടും ഒക്കെ ആയിട്ട് വരുമ്പോൾ ഭയങ്കര സീനാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തൊന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. വീഡിയോയുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.